പ്രധാനമന്ത്രി എത്ര പ്രമുഖരുണ്ട് ഇവിടെ? ആരെങ്കിലും ക്ഷണിച്ചോ? ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ എത്ര പ്രമുഖരുണ്ട്? നമ്മുടെ ശശി തരൂരില്ലേ, അദ്ദേഹത്തെ ക്ഷണിച്ചില്ലല്ലോ. എന്താ ഈ പ്രത്യേക ഒരാളെ മാത്രം വിളിച്ചു കൊണ്ടുപോയി 8 പേരിൽ ഒരാളാക്കി സൽക്കരിച്ചത്? അത് ഒന്നുമില്ലാതെ ഒരു സൽക്കാരം നടത്തിയെന്നാണ്. ആ സൽക്കാരത്തിൻ്റെ പ്രതികരണം വന്നല്ലോ, അദ്ദേഹത്തെ വാഴ്ത്തി പാടി പുകഴ്ത്തിയില്ലേ. അതിൻ്റെ തുടർ കഥയാണ്. ഇതൊക്കെ മനസ്സിലാകുന്നുണ്ട് ജനങ്ങൾക്ക്. അതുകൊണ്ട് തെറ്റുകളെ ന്യായീകരിക്കാനോ ഒരു ഫാസിസ്റ്റ് ഭീകരതയെ മറച്ചു പിടിക്കാനോ RSSൻ്റെ ഹിന്ദു വർഗീയവൽക്കരണ അജണ്ട മറച്ചു പിടിക്കാനോ ഈ ഭക്ഷണം കഴിച്ചത് കൊണ്ടൊന്നും കൊല്ലത്ത് ജയിച്ചു വരാൻ കഴിയുമെന്ന് ധരിക്കരുത്. അത് രണ്ടാളോട് ചോദിക്കണം. ഒന്ന് സുരേന്ദ്രനോട് ചോദിക്കണം, മറ്റൊന്ന് പിന്നെ അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി, സ്ഥാനാർത്ഥിയോട്. നിങ്ങൾ പോയിട്ടുണ്ടായാൽ പോയോ? പോയി എന്ന് ഇപ്പോൾ ഉറപ്പിക്കണ്ട. ആര് ആര് മുരളീധരൻ വന്നോ? ഉറപ്പിച്ചോ? കോൺഗ്രസ് ആണ്, അതുകൊണ്ട് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ല. എപ്പോഴും മാറാം. അവർ മാറുന്നതിനും ചില കാരണങ്ങളുണ്ട്. അവരേതാണ്ട് ഇപ്പോൾ വടകര മുരളീധരൻ മാറിയിട്ടുണ്ടെങ്കിൽ പേടിച്ചു ഭയന്നതാണ്. കാറ്റ് കേരളത്തിലാകെ മാറി വീശുകയാണ്. അതുകൊണ്ട് വടകരയിൽ നിന്ന് മാറി തൃശ്ശൂരിൽ വന്നാൽ കാറ്റ് വീശുന്നത് ഇടതുപക്ഷത്തിന് അനുകൂലമാണ് എന്ന് വന്നാൽ അവിടെയും മത്സരിക്കാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടാവില്ല. അതെ, BJPയിലേക്ക് പലരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്. ചിലർ പറയുന്നത് ഇന്നും നാളെയുമായിട്ടൊക്കെ ചിലർ വരുമെന്ന് പറയുന്നുണ്ട്, കോൺഗ്രസ്സിലെ പ്രമുഖർ. നിങ്ങൾ ഇന്ന് കോൺഗ്രസ്സിലെ 2019 ശേഷമുള്ള കാലഘട്ടമെടുത്താൽ 200-ലധികം കോൺഗ്രസ് MP-മാർ MLA-മാർ ആയവർ, 11 കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ, 9 കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമാരായവർ ഇപ്പം കോൺഗ്രസ്സിലല്ല, അവരിപ്പോൾ BJPയിലാണ്. അതാ ഇപ്പോൾ BJP, അതാ കോൺഗ്രസ്. ഈ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇപ്പോഴും പലരും പോയിക്കൊണ്ടിരിക്കില്ല. നിങ്ങൾ പിന്നെ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിൻ്റെ വടക്കേ ഇന്ത്യയിലെ ഭരണം നിൽക്കുന്ന സംസ്ഥാനമല്ലേ? ആ ഹിമാചൽ പ്രദേശിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കൂറുമാറി അവിടെ BJPക്ക് 3 MP-മാരെ ഉണ്ടാക്കി കൊടുത്തില്ലേ? അവർ പറയുന്നത്, കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത്, ഒന്നിച്ച് രാവിലെ ചായയും കഴിച്ച് ഒന്നിച്ച് വോട്ട് ചെയ്യാൻ പോയതാണ്. ആടി എത്തിയപ്പോൾ വോട്ട് മറിച്ച് ചെയ്തു. അതാ കോൺഗ്രസ്. അതുകൊണ്ട് ഇനി ഇപ്പോൾ ഇവിടെ കേരളത്തിൽ അവർ കുറച്ച് പേര് മത്സരിക്കുന്നുണ്ട്. മത്സരിച്ച് ജയിച്ചാലൊന്നും അവർ കോൺഗ്രസ് ആയിട്ടുണ്ടാകുമോ? അവർ കോൺഗ്രസ് ആയി ഉണ്ടാകില്ല, അവർ BJPയിലേക്ക് പോകും. ഇപ്പം സുധാകരൻ തന്നെ പറഞ്ഞു. സുധാകരൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ ഓർമ്മയുണ്ടാവും. RSSൻ്റെ ആയുധ പരിശീലനശാലക്ക് കാവൽ ഏർപ്പെടുത്തി കൊടുത്തവനാ ഞാൻ. പിന്നെ ഞാൻ എങ്ങോട്ടും പോകും, എപ്പോഴും പോകും, എനിക്കാരോടും പറയേണ്ട കാര്യമില്ല എന്ന് പ്രതികരിച്ച ആളല്ലേ സുധാകരൻ. അതല്ലേ ഒരു KPCC പ്രസിഡന്റ്. RSSൻ്റെ ശാഖക്ക് കാവൽ നിന്നതാണ് കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റിൻ്റെ രാഷ്ട്രീയ യോഗ്യത എന്ന് നിർണയിച്ചാൽ പിന്നെ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താ? അതുകൊണ്ട് കോൺഗ്രസ് വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് BJPക്ക് വോട്ട് ചെയ്യുന്നതിന് സമമായി തീരും. ഇവിടെ BJPയെ തോൽപ്പിക്കുക, RSSനെ തോൽപ്പിക്കുക, സംഘപരിവാറിൻ്റെ ഭീകരത അതിനെ ചെറുത്ത് തോൽപ്പിച്ച് രാജ്യത്തെ രക്ഷിക്കാൻ ഇടതുപക്ഷത്തിനെ കഴിയൂ. ആ ദൗത്യം നിർവഹിക്കാതെ വന്നാൽ അതിൻ്റെ ദുഃഖം വളരെ വലുതായിരിക്കും, അപകടം വളരെ വലുതായിരിക്കും. ഇത് ജനങ്ങൾ മനസ്സിലാക്കണം, തിരിച്ചറിയണമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങളോട് പറയാനുള്ളത്.
അത് കണ്ണൂർ സിറ്റിംഗ് എം പി എന്ന് പറയുന്നത് വേഗത്തിലപ്പുറം പോകാൻ സാധ്യതയുള്ള നേതാവാണ്. RSSന്റെ ക്യാമ്പിന് കാവൽ നിന്ന നേതാവാണ്. ഏതായാലും കേരളത്തിലെ ജനങ്ങൾ ഒരു മതനിരപേക്ഷ സംസ്കാരമുള്ളവരാണ്. കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ എഡ്യൂക്കേറ്റഡാണ്, പഴയതുപോലല്ല. ദളിത് ജനവിഭാഗങ്ങൾ എഡ്യൂക്കേറ്റഡാണ്, കാര്യങ്ങളെക്കുറിച്ച് നന്നായി ഗ്രഹിക്കുന്നവരാണ്. BJP RSS സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടികൾ നല്ലതുപോലെ വിലയിരുത്തി ഉയർന്നു ചിന്തിക്കും. കേരളത്തിൽ UDFനെ കനത്ത ആഘാതമേൽപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ മുന്നണി ജയിപ്പിക്കും. ഇന്ത്യയിൽ ഫാസിസ്റ്റ് ഭീകരതയെ ചെറുക്കും. ആര് പറഞ്ഞു? അതാ കോൺഗ്രസ് മനസ്സിലാക്കിക്കൊള്ളു. കരുണാകരനെയാ പറഞ്ഞത്, കരുണാകരന്റെ ഭാര്യയെയാണ് പറഞ്ഞത്, മുരളിയുടെ അമ്മയെയാ പറഞ്ഞത്. അത് കോൺഗ്രസ്സുകാർ ചിന്തിക്കട്ടെ. സംസ്ഥാനത്ത് കോൺഗ്രസ് നേതാക്കളെ അല്ലെങ്കിൽ അത്തരം ആളുകളെ BJPയിലേക്ക് എത്തിക്കാനുള്ള വിഭാഗം പ്രവർത്തിക്കുന്നത് അതിന് മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ IPS ഉദ്യോഗസ്ഥരാണ് അതിന് പിന്നിലുള്ളത്. മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്നാണ് VD സതീശൻ എന്ന ആരോപണം CPM പങ്കുള്ളത്. ഞങ്ങൾ പറയുന്നത് പോലെ കേൾക്കുന്നവരാണോ കോൺഗ്രസ്സുകാർ? എങ്കിൽ പിന്നെ അവർ കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തിൻ്റെ മുന്നിൽ അടിനിരക്കട്ടെ. മുഖ്യമന്ത്രി പറഞ്ഞാൽ അങ്ങനെ പങ്കെടുക്കുമെങ്കിൽ വളരെ സന്തോഷം. അദ്ദേഹം എടുത്തിട്ടുള്ള ചില നിലപാടുകൾ ഭയങ്കരമായി ഇഷ്ടമുണ്ടായി. സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ലൈസൻസിനെ കുറിച്ച് എടുത്ത തീരുമാനം ഒട്ടനവധി വലിയ പ്രക്ഷോഭമുണ്ടായി. LDF രൂപത്തിൽ അതൊരു സർക്കാർ വിരുദ്ധമായിട്ടുള്ള കാര്യമായ ചെയ്തിട്ടുണ്ട്. ഭരണപരമായ എന്തെങ്കിലും ഒരു പ്രശ്നം അങ്ങനെ ഉയർന്നു വന്നതായിട്ട് ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല. അങ്ങനെ വന്നാൽ ഏതെങ്കിലും പ്രത്യേക പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിശോധിക്കുകയും ചെയ്യും. എല്ലാ മന്ത്രിമാരും വളരെ ഗൗരവത്തോടു കൂടിയിട്ടാണ് പ്രശ്നം കാണുന്നത്. അവരുടെ എല്ലാം പൊതു സമീപനം ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ കാണുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ 20 മന്ത്രിമാരും ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ നിരീക്ഷിച്ച് ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നവരാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്താനും ശരിയാണെങ്കിൽ നടപ്പിലാക്കാനും തീർച്ചയായും സാധിക്കും. അതുകൊണ്ട് ഏതെങ്കിലും പ്രത്യേക പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ പരിശോധിക്കാം. ഈ പറഞ്ഞത് സംബന്ധിച്ച് മന്ത്രിയുടെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. മന്ത്രി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു നിശ്ചിത നമ്പറൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല, അതിന് പ്രത്യേക നിയന്ത്രണങ്ങളൊന്നും ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ പരിശീലനങ്ങളൊക്കെ ഡ്രൈവിങ്ങൊക്കെ മെച്ചപ്പെട്ട നിലയിൽ തന്നെ നടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പത്രക്കാരോട് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അവർക്ക് മന്ത്രിയെ കാണാം, പരാതി കൊടുക്കാം. അവർക്ക് തന്നെ ഇടതുപക്ഷ മുന്നണിയെ സമീപിക്കാം. അങ്ങനെ പരിഹരിച്ചില്ലെങ്കിൽ ഞങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ ഞങ്ങൾ പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഭേദഗതി വരുത്തേണ്ടതുണ്ടെങ്കിൽ കൺസേൺ മിനിസ്റ്ററുമായി ചർച്ച ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ നടപടി സ്വീകരിക്കും. ആയില്ലേ?